ഓരോ ഇന്ത്യക്കാരന്റെയും സിരകളിൽ ഓടുന്ന അഭിമാനത്തിന്റെ അവസാന വാക്ക് ഇന്ദിര എന്ന മൂന്നക്ഷരത്തിൽ തുന്നിച്ചേർത്ത ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. അമേരിക്കയെ വിറപ്പിച്ച ചങ്കൂറ്റം, പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ധീരത, ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ ചങ്കുറപ്പ്, വീരപരിവേഷമായിരുന്നു ഇന്ദിരയ്ക്ക് രാജ്യം കൊടുത്തത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ ഹൃദയം കീഴടക്കി ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു. മതവെറിയുടെ വിത്തുപാകി സംഘപരിവാർ രാജ്യത്തെ മുച്ചൂട് മുടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. മുസൽമാൻ നിന്റെ ശത്രുവാണെന്ന്, ഹിന്ദു നിന്റെ ശത്രുവാണെന്ന്, ക്രിസ്ത്യാനി നിന്റെ ശത്രുവാണെന്ന് അവർ രാജ്യത്തെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മതചട്ടക്കൂടുകളിലേക്കും വീടുകളിലേക്കും അവർ നുഴഞ്ഞു കയറുന്നു. ഭയത്തോടെ മാത്രം കൂടപ്പിറപ്പുകളെ നോക്കേണ്ടി വരുന്ന ഗതികെട്ടു പോയ ഒരു ജനതയായി നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ, ഇന്ദിരയെപ്പോലെ ഒരു ഭരണാധികാരിയെ, ഇന്ദിരയെപ്പോലെ ഒരു മനുഷ്യസ്നേഹിയെ, ഇന്ദിരയെപ്പോലെ ചങ്കൂറ്റമുള്ള പെണ്ണൊരുത്തിയെ ഒരിക്കൽ കൂടി ഈ കെട്ടകാലത്തിന്റെ ശാപമോക്ഷത്തിനായി തിരിച്ചു വന്നിരുന്നുവെങ്കിലെന്ന്. ആ പ്രാർത്ഥന, ആ കാത്തിരിപ്പ് ഇതാ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പ്രിയങ്ക എന്ന മൂന്നക്ഷരത്തിൽ ഇന്ത്യൻ ജനതയുടെ അഭിമാനം നിലനിർത്താൻ, ഭയം തുടച്ചു മാറ്റാൻ ഒരു പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കത്തിലാണ് ഈ കൊച്ചു കേരളത്തിലെ വയനാട്. അതെ, ഇന്ദിരയുടെ കൊച്ചുമകൾ, അതേ സിരകളിലോടുന്ന ചോരയുടെ ഗരിമ കൊണ്ട് എതിരാളികളെ മുട്ടുകുത്തിക്കാൻ പോകുന്ന ചങ്കുറപ്പിന്റെ പേരാണ് പ്രിയങ്ക. പ്രിയങ്ക ആദ്യമായി മത്സരിക്കുകയാണ്. പ്രിയങ്ക തനിക്ക് മകളെ പോലെയാണെന്ന് പരിഹാസത്തോടെ പറഞ്ഞ മോദിയോട് എനിക്കൊരൊറ്റ തന്തയുള്ളൂ, അത് രാജീവാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ചങ്കൂറ്റമുള്ള പെണ്ണ്. അനീതി എവിടെ കണ്ടാലും അർദ്ധരാത്രിയിലും നടുറോഡിൽ പോയിരുന്ന് വെറുപ്പിന്റെ കാവൽക്കാരോട് കൈ ചൂണ്ടി സംസാരിക്കുന്ന പ്രിയങ്ക നമ്മളിൽ ഒരാളായി ഈ മണ്ണിൽ കാലെടുത്ത് വെച്ച് ഫാസിസ്റ്റ് ശക്തികളോടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. നെഞ്ചോട് ചേർത്ത് വെക്കില്ലേ നിങ്ങൾ? ഇന്നേ വരെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ഇന്ദിരയുടെ കൊച്ചുമകളെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കണം നമ്മൾ. എതിരാളികളുടെ മുട്ടു വിറപ്പിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ള ഈ പെണ്ണിനെ ചേർത്തു നിർത്താൻ നമുക്ക്.